ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എടുത്തി ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇന്നലെ ഉണ്ടാക്കില്ലേ, അത് തന്നെ മതി. അത് കഴിക്കുമ്പോ എല്ലാവർക്കും സന്തോഷം ഉണ്ടായിരുന്നു. മോള് തന്നെയല്ലേ ഇന്നലെ എല്ലാം ഉണ്ടാക്കിയത്? എന്താ മോളെ? അതെ അമ്മേ, ഞാൻ തന്നെ ഉണ്ടാക്കിയത്. ആ, ഇന്നും ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം. എന്നാ ശരി, അമ്മയും മോളുടെ കൂടെ കൂടാ. ഇന്നലെ വരെ ഒരു കൈ സഹായത്തിന് മോളുടെ കൂടെ രാധിക ഉണ്ടായിരുന്നല്ലോ. അയ്യോ അമ്മേ, അതൊന്നും വേണ്ട, ഞാൻ ഉണ്ടാക്കിക്കോളാം. അമ്മ പോയിക്കോ. മോളുടെ കൂടെ നിൽക്കുന്നതും ജോലി ചെയ്യുന്നതും അമ്മയ്ക്ക് സന്തോഷമല്ലേ? അതല്ലമ്മേ, ഞാൻ പാചകം ചെയ്യുമ്പോ അമ്മ കൂടെ നിന്നാ ഞാൻ വെറുതെ അഭിപ്രായങ്ങൾ ചോദിച്ചോണ്ടേയിരിക്കും. തനിച്ചാണെങ്കി എന്റെ ഇഷ്ടത്തിന് തന്നെ എനിക്കെല്ലാം ചെയ്യാലോ. ആ, ഇങ്ങനൊരു അഭിപ്രായം എന്റെ കല്യാണം കഴിഞ്ഞ നാളില് എനിക്കും ഉണ്ടായിരുന്നു. അമ്മ വന്നു നിൽക്കും വാതിൽപ്പടിയില്, പിന്നെ എന്റെ കൈയും ഓടില്ല കാലും ഓടില്ല. എടുക്കുന്നതൊക്കെ ശരിയാണോ എന്ന് ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അവസാനം ഞാൻ അമ്മയോട് കാര്യം പറയും. അമ്മ വല്ലാത്തൊരു ചിരിയാ. പിന്നെ നടക്കട്ടെ നടക്കട്ടെ എന്നും പറഞ്ഞ് അങ്ങ് പോവും. പിന്നെ എന്റെ ഭാഗത്തുനിന്ന് അടുക്കളയിൽ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. ഞാൻ അടുക്കളയിൽ നിൽക്കുമ്പോ അമ്മ എല്ലാരോടും പറയുകയും ചെയ്യും, ഞാൻ അടുക്കളയിലാ, ആരും അങ്ങോട്ട് പോണ്ട കേട്ടോന്ന്. ശരി, അമ്മ പോയിക്കോ. ശരി മോളെ. നിന്റെ കഷ്ടപ്പാടൊക്കെ അച്ഛനും അമ്മയും കാണുന്നുണ്ട്. അധികം താമസിയാതെ അതിനുള്ള ഫലവും ഉണ്ടാവും. ഈശ്വര, ഈ നേരത്തൊരു പാചകപ്പണി ഏൽപ്പിക്കുമെന്ന് ഞാൻ കരുതിയോ? ഇന്നലെ എന്താ ഉണ്ടാക്കിയെന്ന് പോലും എനിക്കറിയില്ല. വെറുതെ അല്ല, അടുക്കള ഒരു നരകമാണെന്ന് ആൾക്കാർ പറയുന്നത്. എന്താ ഉണ്ടാക്കുക? ഗാനമഞ്ജരിയിൽ അടുത്തത് മലയാള സിനിമാ ലോകത്തേക്ക് പുതിയൊരു ഗായികയുടെ വരവറിയിക്കുന്നതാണ്. മലയാള സിനിമാ രംഗത്തേക്കും ആസ്വാദകരുടെ മനസ്സിലേക്കും പുതിയൊരു ശബ്ദം കൂടി എത്തുന്നു. പ്ലീസ് വാച്ച്. എടുത്തി
മോളെ അമ്മ പൊയ്ക്കോമേ, ഞാനെല്ലാം ഉണ്ടാക്കിക്കോളാം. എത്ര സങ്കടം ഉണ്ടെങ്കിലും ഇതൊക്കെ നീ തനിച്ച് ചെയ്യുമെന്ന് എനിക്കറിയാം. പക്ഷെ ഇന്ന് വേണ്ട. ഇന്ന് മുഴുവൻ അമ്മ നിന്റെ കൂടെ തന്നെ നിൽക്കാം. അമ്മയ്ക്ക് പേടിയല്ലേ? എന്തിന്? ഞാനെന്തേലും ചെയ്തു കളഞ്ഞാലോ, ചത്താലോ എന്നോർത്തിട്ട്. ശ്ശോ, ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ നീ? എന്തെങ്കിലും സങ്കടം വന്നാ ഉടനെ ചാവുന്ന കാര്യ പറയാ. നിന്റെ വിഷമം കാണുമ്പോ അമ്മയുടെ ഉള്ളു പൊട്ടുന്നുണ്ട്. പക്ഷെ ആശ്വസിപ്പിക്കാനൊന്നും പറ്റാത്ത അവസ്ഥയിലായിപ്പോ ഞാൻ. അതെന്തുകൊണ്ടാണെന്ന് നിനക്കും അറിയാം. പിന്നെ എന്തിനാടി നമ്മൾ തമ്മിൽ സങ്കടം പറഞ്ഞിട്ട്? എല്ലാം വിധി അനുസരിച്ചിട്ട് വരട്ടെ മോളെ. അങ്ങനെ പറയാനല്ലേ പറ്റൂ. ഇടയ്ക്ക് വരാത്ത യൂട്യൂബിൽ എന്താ പറച്ചില്? എല്ലാം കൂടി കയറ്റി അടുപ്പത്തേക്ക് വെച്ച പുറത്തേക്കുള്ള വഴി കാണിച്ചു തായി എന്ന് പറഞ്ഞ് തന്നെ ഇറങ്ങി മേശപ്പുറത്തിരിക്കും. പച്ച നുണയാ പറയുന്നേ. ഇതിനിപ്പൊ ഞാൻ എന്ത് ചെയ്യാനാ? ഇതിപ്പോ ദോശയും അല്ല ഉപ്പുമാവും അല്ല. ആ, എന്തേലും കാണിച്ചു വെക്കാം. തിന്നുന്നെങ്കി തിന്നട്ടെ. വലിയ കാണിമംഗലം അത്ര. 1-2 വേലക്കാരികളെ വെച്ചിരുന്നെങ്കിൽ ഇപ്പൊ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവുമായിരുന്നോ? ഓ, അതെങ്ങനെയാ? കൈപുണ്യമാണല്ലോ സ്ത്രീകളുടെ അളവുകോല്. വൃത്തിയോട്ട മനുഷ്യര്.